ഞാൻ ഗുരുവായൂർ പോയപ്പോൾ അവിടെ നിന്ന് ഒരു ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ വാങ്ങിച്ചിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഇപ്പോൾ മുടി കൊഴിച്ചെന്ന് പറഞ്ഞാൽ ഭീകരമായിട്ടുള്ള മുടി കൊഴിച്ചിലായിരുന്നു. എൻ്റെ തലയിൽ മുടി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയെന്ന് എനിക്ക് തന്നെ തോന്നുന്നു. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ സെറീൻ സ്പേസ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ഗുഡ് ഈവനിങ് ആണ് കേട്ടോ. ഞാൻ ഇന്ന് വ്യാഴാഴ്ചയാണ്. അപ്പോൾ ഞാൻ വിളക്കൊക്കെ കൊളുത്തി ഇങ്ങനെ വൈകുന്നേരം നാമം ചെല്ലുന്ന സമയത്ത് എന്നാൽ ഒരു വ്ലോഗ് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ ദിവസം ഏതായാലും തീരാറായല്ലോ. അപ്പോൾ അടുത്ത ദിവസം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഈ വ്ലോഗ് വരിക. ഒരു ഡെയിലി വ്ലോഗായിട്ട് തന്നെ ആയിരിക്കും വരിക. അപ്പോൾ ഞാനപ്പം നാമം ചെല്ലുന്നതിന് മുമ്പായിട്ട് ചുമ്മാ ഞാനൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. ഞാൻ ഗുരുവായൂർ പോയപ്പോൾ അവിടെ നിന്ന് ഒരു ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ വാങ്ങിച്ചിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതും കൂടെ കാണിച്ചു തരാം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ അത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഭഗവാനെ ഇവിടെ ഇപ്പം ഞാൻ ഈ നമ്മുടെ പൂജാ റൂമിൽ വെച്ചിട്ട് ഇപ്പോൾ കുറച്ച് നാളായില്ലേ ഞാൻ വിളക്കൊക്കെ കൊളുത്താൻ തുടങ്ങിയിട്ട്. അപ്പം എന്തായാലും ഇനി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഒരു സാധാരണ ഒരു ഫോട്ടോയാണ് കേട്ടോ. എന്നാലും നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യലാണല്ലോ. അങ്ങനെ എനിക്കിഷ്ടമായെന്നുള്ളത് പറയണം കേട്ടോ കണ്ടിട്ട്. അപ്പം ഞാൻ കാണിക്കാം. നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നൊന്ന് പറയണം കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പേഴ്സണലി. എനിക്ക് നമ്മുടെ പൂജാ റൂമിൽ കൊണ്ടുവന്നത് വെച്ച് നമ്മൾ വിളക്കൊക്കെ കൊളുത്തി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഐശ്വര്യം വന്ന പോലെ തോന്നി. പിന്നെ ഞാൻ വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ പോവാണ്. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ശാന്താകാരം ഭുജഗശയനം പദ്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം മേഘശ്യാമം പീതകൗശേവാസം ശ്രീവൈശാംഗം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം വിശ്വസ്മൈ നമഃ. ओम विश्वं विष्णुर्वषट्कारो भूतभव्य भवत्प्रभु भूतकृद्भावो भूतात्मा भूतभावन भूतात्मा परमात्मा च मुक्तानां परमागति अव्यय पुरुष साक्षी क्षेत्रज्ञोऽक्षर एव च योगो योगविदां नेता प्रधान पुरुषेश्वर नारसिंहवपु श्रीमान् केशव पुरुषोत्तम सर्वशर्वशिवस्तानुर्भूता निर्निद्रव्यय सम्भव भावनो भर्ता प्रभव प्रभुरीश्वर स्वयंभू शम्भुरादित्य पुष्कराक्षो महास्वन अनादिनोधाता विदाता दादादुत्तम अप्रमेयो ऋषिकेश पद्मनाभो मनप्रभु विश्वकर्मा मनुसृष्टा सविष्टस्तविरोधृ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിട്ടോ. രാത്രിയത്തെ കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. എൻ്റെ കുളി കഴിഞ്ഞു, വിളക്ക് കൊളുത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് കാണുന്നത്. ഷൈചേട്ടൻ പോയിട്ട് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ടതുണ്ട്. അപ്പോൾ ഷൈചേട്ടന് വെള്ളിയാഴ്ച മിക്കവാറും വർക്ക് ഫ്രം ഹോം ആയിരിക്കുള്ളൂ. അപ്പോൾ രാവിലെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വെള്ളിയാഴ്ചകളിലാണ്. ഞാൻ സിപ്ലോ കവറിലേക്ക് ആക്കി വെക്കാൻ കേട്ടോ. കഴുകിയിട്ടല്ല പച്ചക്കറികൾ വെക്കുന്നത്. കറിവേപ്പില പച്ചമുളക് മാത്രമേ കഴുകുള്ളൂ. ബാക്കിയെല്ലാം ഇങ്ങനെ വെക്കുകയുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് കേടായി പോകും കേട്ടോ. ഈ ചെന്നൈ ക്ലൈമറ്റിൽ നമുക്ക് അങ്ങനെ കഴുകി വെച്ചാൽ ഇരിക്കില്ല. അപ്പോൾ മത്തങ്ങ ഞാൻ പ്രത്യേകം പറഞ്ഞു വിട്ട് വാങ്ങിപ്പിച്ചാണ്. മത്തങ്ങ എരിശ്ശേരിയുടെ ഒരു ഒഴിച്ചു കൂട്ടാനായിട്ട് വെക്കാനായിട്ട്. അത് സാധാരണ എരിശ്ശേരി വെക്കുന്ന രീതിയല്ല, ഒരു ഇച്ചിരി വ്യത്യാസമുണ്ട്. എന്നാലാണ് ആ ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഞാൻ റെസിപ്പി ഇടാമേ. നല്ല ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഞങ്ങളിവിടെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മിക്കവാറും വെക്കാറുള്ളൊരു കറിയാണ് കേട്ടോ. ഞാൻ റെസിപ്പി ഒരു പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഉറപ്പായിട്ടും ഇടാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കഴുകി പെറുക്കി ഒക്കെ സിപ്ലോ കവറുകളിലൊക്കെ ആക്കി വെക്കും. പച്ചമുളക് ഇതുപോലെ നന്നായിട്ട് കഴുകി, കറിവേപ്പില ഒക്കെ കഴുകിയാണ് കേട്ടോ വെക്കണേ. അപ്പോൾ മോറവും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഹലോ,
ഞാൻ നാട്ടിൽ പോയപ്പോഴുണ്ടല്ലോ, നാട്ടിൽ പോകുന്നതിന് മുന്നേ തന്നെ എനിക്ക് നല്ല മുടി കൊഴിച്ചിലുണ്ടായിരുന്നു കേട്ടോ. മുടി കൊഴിച്ചെന്ന് പറഞ്ഞാൽ ഭീകരമായ മുടി കൊഴിച്ചിലാണ്. നമുക്കിങ്ങനെ മുടി പിടിക്കാൻ തന്നെ പേടിയാവും. ഇപ്പം തന്നെ എനിക്ക് വളരെ കുറവ് മുടിയേ ഉള്ളൂ. ഒന്നാമത്തെ ബേസിക്കലി എൻ്റെ ഹെയർ ഭയങ്കര തിക്ക് ഹെയർ അല്ല, സ്ട്രെയിറ്റ് ആയിട്ടുള്ള തിൻ ഹെയർ ആണ്. അപ്പോൾ തിൻ ഹെയർ എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം ഓരോ മുടിക്കും അധികം കട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് തിക്കായിട്ട് തോന്നില്ല. കുറേ മുടി ഉണ്ടെങ്കിലും നമുക്ക് അത്രയും തോന്നില്ല. ഇങ്ങനെ ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് മുടിയായിരുന്നു. എനിക്ക് മുടി കൊഴിച്ചിൽ പണ്ട് മുതലേ ചെറുതായിട്ട് മുടി കൊഴിച്ചിലുണ്ട്. പക്ഷേ ഇപ്പോൾ മുടി കൊഴിച്ചെന്ന് പറഞ്ഞാൽ ഭീകരമായിട്ടുള്ള മുടി കൊഴിച്ചിലായിരുന്നു. എൻ്റെ തലയിൽ മുടി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയെന്ന് എനിക്ക് തന്നെ തോന്നുന്നു. ഇതിന് മുന്നേ ചെന്നൈയിൽ വന്ന ശേഷം ഇവിടുത്തെ വെള്ളത്തിൻ്റെ ആയിരിക്കും എനിക്ക് മുടി കൊഴിച്ചിൽ വന്നിട്ട് ഞാനൊരു ഡെർമറ്റോളജിസ്റ്റ്, ഇവിടുത്തെ ഷൈചേട്ടന് അറിയാവുന്ന ഒരു ഡോക്ടർ, നമുക്കിവിടെ അത്രയ്ക്ക് അങ്ങനെ ഡോക്ടേഴ്സിനൊന്നും അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ ശരിക്കും വിയർക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ചൂട്. ഫാൻ ഇട്ട് കഴിഞ്ഞാൽ പറയുന്നത് ക്ലിയർ ആവില്ല, അത്ര ചൂടാണ് ഇവിടെ. അപ്പം ഞാൻ ഇവിടെ വന്നിട്ടൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടു. അത് കുറച്ച് വർഷം മുമ്പാണ്. പക്ഷേ അന്ന് എനിക്ക് സാറ്റിസ്ഫൈഡ് ആയില്ല. അത് ഒന്നാമത്തെ കാര്യം. ഡോക്ടർ എൻ്റെ മുടിയിലേക്ക് ഇങ്ങനെ നോക്കിയത് പോലുമില്ല. ചുമ്മാ ഇങ്ങനെ പറഞ്ഞപ്പം ഒരു ടാബ്ലറ്റ് എഴുതി തന്നു, സിറം എഴുതി തന്നു 2 എണ്ണം. അത്യാവശ്യം പൈസയായിരുന്നു. പക്ഷേ എനിക്ക് കഴിച്ചിട്ടും യൂസ് ചെയ്തിട്ടും എനിക്ക് വലിയൊരു ഡിഫറൻസ് ഒന്നും തോന്നിയില്ല. ഗ്രാജുവലി ഒരു ചെറിയ ചേഞ്ച് പോലെ തോന്നി, ആ ടാബ്ലറ്റിൻ്റെ ആയിരിക്കാം. പക്ഷേ പിന്നെ അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയി. ഇപ്പോഴത്തെ മുടി കൊഴിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു മുടി കൊഴിച്ചില്ല. എനിക്ക് മാനസികമായിട്ട് തന്നെ വിഷമം വന്നു തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി മുടി വെട്ടിയപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ഹെയർ ടൈപ്പിന് സ്ട്രെയിറ്റ് നമ്മൾ ഇങ്ങനെ സ്റ്റെപ്പൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ ഒട്ടും നന്നാവില്ല. ഞാൻ ആകെ ഒരു ലെയറാണ് വെട്ടാറ്. അപ്പോൾ നമ്മുടെ ഹെയർ ടൈപ്പ് അനുസരിച്ചിട്ട് അവർ ലെയർ ചെയ്യുള്ളൂ, ഒരുപാട് കയറ്റിയൊന്നും ലെയർ ചെയ്യാറില്ല. ഇത്തവണ ഞാൻ പോയപ്പം എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം വെട്ടിയപ്പോൾ തന്നെ കുറച്ച് ഷോർട്ടായിട്ടുണ്ടായിരുന്നു. അതിലും ഷോർട്ടാക്കിയിട്ട് എനിക്കിതാ ഇവിടെ നിന്ന് ലെയർ കൊടുത്തവർ. ഇവിടെ നിന്ന് നമ്മളിത് കാണുന്നില്ലല്ലോ. എൻ്റെ ദൈവമേ, എൻ്റെ മുടി എനിക്ക് ഇങ്ങനെ കെട്ടിവെച്ചാൽ തന്നെ ഒട്ടുമില്ലാത്ത അവസ്ഥയായിപ്പോയി. ഞാൻ നാട്ടിലേക്ക് പോകുന്നതിന് മുന്നേ പാറുവിൻ്റെ മുടി വെട്ടാൻ പോയപ്പോഴാണ് ഞാൻ ഈ മുടി വെട്ടുന്നത്. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. പിന്നെ മുടി വളരുമല്ലോ എന്നുള്ളൊരു ആശ്വാസം കൊണ്ട് മാത്രമാണ് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയത്. അപ്പോൾ ഞാൻ നാട്ടിൽ പോയപ്പം അപ്പം ഞാൻ ഈ ഡെർമറ്റോളജിനെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് പരിചയം ആർക്കും അങ്ങനെ അറിയാവുന്ന ആൾക്കാർ ചോദിച്ചിട്ടാണെങ്കിൽ അവർക്കൊന്നും അത്ര ഒരു ഡോക്ടറിനെ സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ആരുമില്ല, അവർക്ക് അറിയില്ല. അപ്പോൾ പിന്നെ ഞാൻ നാട്ടിൽ അന്വേഷിച്ചപ്പോൾ അനിയത്തി മുടി കൊഴിച്ചിൽ തന്നെ ഒരു ഡോക്ടറെ കണ്ടായിരുന്നു നാട്ടിൽ. അങ്ങനെ ആ ഡോക്ടറെ കാണാം. അപ്പോൾ ആൾക്ക് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നല്ല ഡോക്ടറാണെന്ന് ആളുടെ അഭിപ്രായം. അപ്പോൾ അങ്ങനെ നമ്മുടെ സിസ്റ്ററിന് അങ്ങനെ ഒരു ഇതുള്ളപ്പം നമുക്ക് അവിടെ തന്നെ പോകാമെന്ന് പറഞ്ഞ് ഞാൻ നാട്ടിൽ പോയ സമയത്ത് അവിടെ ബുക്ക് ചെയ്തു. ഒരു ദിവസം പോകാൻ ഇറങ്ങി. ഞാനും അനിയത്തിയും കൂടെ അനിയത്തി ലീവ് എടുത്തു. എന്നിട്ട് ഞങ്ങൾ പോകാൻ ഇറങ്ങി. പക്ഷേ അന്ന് ഭയങ്കര കാറ്റും മഴയൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു. അന്ന് അവിടെ എന്തോ ഇൻവെർട്ടറിന് കംപ്ലൈൻറ്റ് വന്ന് കറണ്ട് പോയിട്ട് അവർക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർ നേരത്തെ തന്നെ ക്ലോസ് ചെയ്ത് പോയി. അങ്ങനെ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഒരു 2 ദിവസം മുന്നെയാണ് ഡോക്ടറെ കാണാൻ പറ്റിയത്. ഒരു ലേഡി ഡോക്ടറാണ്, തൃപ്പൂണിത്തുറയിലുള്ളൊരു ഡോക്ടർ. അപ്പം എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടോ. ഡോക്ടറെ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സമാധാനം തോന്നി. ഡോക്ടർ അത്ര നല്ലൊരു രീതിയിലായിരുന്നു നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഒരുപാട് സമയമൊന്നും എടുക്കില്ല, എന്നാൽ പോലും നമുക്ക് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു ഡോക്ടറായിട്ട് എനിക്ക് തോന്നി. പിന്നെ എനിക്ക് ടാബ്ലറ്റ് തന്നു, ഒരു ഹെയർ സിറം തന്നു. അത് ഡെയിലി വൺസ് യൂസ് ചെയ്യുക. പിന്നെ ടാബ്ലറ്റ് ഡെയിലി 1 കഴിക്കാം 3 മന്ത്സിലേക്ക്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇനി ഇപ്പം ഞാൻ ചെന്നൈക്ക് പോകുന്നത് കൊണ്ട് ഒരു 1 മന്ത് ആകുമ്പോൾ വ്യത്യാസം എന്തെങ്കിലും ചെറിയ ഗ്രാജുവലി ചേഞ്ച് വരും. ചേഞ്ച് വന്നില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറെ ഓൺലൈനായിട്ട് അപ്പോയിൻമെൻ്റ് എടുത്ത് നമുക്ക് ഒന്നുകൂടെ നോക്കാമെന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ട് ചേഞ്ചസ് ഉണ്ടെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ട് നമുക്ക് അപ്പോയിൻമെൻ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം ഞാൻ 1 മന്ത് ആയിട്ടില്ല കേട്ടോ. ഒരു 2 വീക്സ് വരെയൊന്നും എനിക്ക് വലിയൊരു വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. 2 വീക്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ മുടി കൊഴിച്ചിൽ ഗ്രാജുവലി ചെറുതായിട്ട് കുറഞ്ഞു. ഇപ്പം ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്, മുടി കൊഴിച്ചിൽ ഉണ്ട് ഇപ്പോഴും. പക്ഷേ ഞാൻ കാണിച്ച് തന്നില്ല, ഇവിടെയൊക്കെ എൻ്റെ ഹെയർ ഉണ്ടല്ലോ, ഇവിടെ എനിക്ക് പണ്ടേ ഒരു ചെറിയൊരു പാച്ച് പോലെ ഉണ്ടായിരുന്നു. കുറച്ച് കൊഴിഞ്ഞതായിരുന്നു. ഒരു 10-20 വയസ്സുള്ള സമയത്ത് എനിക്ക് ഇത്തിരി ഇവിടെ കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു എണ്ണ യൂസ് ചെയ്തിട്ട് ഒരബദ്ധം പറ്റിയതാണ്. അപ്പോൾ ആ ഒരു സംഭവം ചെറുതായിട്ട് ഇവിടെയുണ്ട്, വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അത് ഭയങ്കരമായിട്ട് വന്നു. പിന്നെ അത് ഇവിടെ അതിപ്പോൾ പാരമ്പര്യമായിട്ട് നമ്മുടെ ഹെറിഡേറ്ററി സ്റ്റൈലാണല്ലോ നമുക്ക് മുടി വരാം. അപ്പോൾ
അപ്പോൾ എൻ്റെ അമ്മയ്ക്കുണ്ട് ഇവിടെയൊക്കെ കുറച്ച് കൂടുതൽ കൊഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗം മാത്രം. ഈ ക്രൗൺ ഏരിയ കുറച്ച് തിന്നായിട്ടുണ്ട്, എന്നാൽ മുടിയുണ്ട് അത്യാവശ്യം. അപ്പോൾ ആ ഒരു ഇത് ഹെറിഡിറ്ററി ആയിട്ട് വരുന്ന ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മളിതുപോലെ എന്തെങ്കിലും കുറച്ച് ഇതുണ്ട്, മരുന്നുകളുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം, ചിലർക്ക് അത് നന്നായിട്ട് എഫക്റ്റ് ആവുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അത് എടുത്തു. എനിക്ക് നല്ലൊരു വ്യത്യാസം തോന്നിയിട്ടാണ്, മനസ്സിന് തന്നെ നമുക്കൊരു സമാധാനം വരില്ലേ. ഞാൻ ഈ സത്യം പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കും കൂടി ചെയ്തു, ദൈവമേ എൻ്റെ മുടി കൊഴിച്ചിൽ, ഇതുവരെ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല മുടി കൊഴിച്ചിൽ മാറണേന്ന്. സത്യം ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു പോയി, അത്ര മുടി കൊഴിച്ചിൽ വന്നിട്ട്. അപ്പം ഒരുപാട് പേര് മുടി കൊഴിച്ചിലിൻ്റെ പ്രശ്നം ഉണ്ടാകും. പക്ഷേ നമ്മൾ കണ്ണി കണ്ട സിറമൊക്കെ ഇങ്ങനെ നമുക്കൊരു അഡ്വർടൈസ്മെൻറ്റ് വരുമല്ലോ, അതൊക്കെ വാങ്ങിച്ച് തേക്കാൻ നിൽക്കരുത്. ഇതിപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് അത്യാവശ്യം പൈസയായി എന്ന് പറഞ്ഞാൽ ഏകദേശം 3500 രൂപയോളമായി മരുന്നിനും. ഈ 3 മാസത്തേക്ക് കേട്ടോ, മരുന്നിനും പിന്നെ ഹെയർ സിറമിനും. അത് 3 മാസത്തേക്കാണ്. നമ്മൾ ഈ കാണുന്ന ഓൺലൈനിൽ കാണുന്ന പല സിറമും ഞാൻ ഒരുപാട് തവണ ആലോചിച്ചു, അത് വാങ്ങിച്ചാലോ ഇത് വാങ്ങിച്ചാലോ, ഓരോരുത്തരുടെ മുടി കൊഴിച്ചിൽ മാറി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴും എൻ്റെ മനസ്സ് പറഞ്ഞു വേണ്ട, കറക്റ്റായിട്ടൊരു ഡോക്ടറെ കണ്ടിട്ട് തന്നെ നമുക്ക് ഉള്ളിൽ കഴിക്കേണ്ടത് ഉള്ളിൽ കഴിക്കുകയും ചെയ്യണമല്ലോ. അപ്പം അങ്ങനെ എന്നൊരു ഡയറ്റും പറഞ്ഞു കേട്ടോ, കുറച്ച് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാനൊക്കെ നോക്കണം കൂടുതലായിട്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് എക്സസൈസൊക്കെ ചെയ്യാൻ പറഞ്ഞു. നമ്മുടെ ഹോർമോണും അതിനനുസരിച്ചൊരു ചേഞ്ചൊക്കെ ഉണ്ടായാലാണ് അത് ഈ മരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം അങ്ങനെ അത് ഇപ്പം എനിക്ക് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ടാണ്. അങ്ങനെ മുടി കൊഴിച്ചിലൊക്കെ ആയിട്ട് ആരെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡോക്ടറെ കാണുക, ഒരു നല്ലൊരു ഡെർമറ്റോളജിനെ കണ്ടുപിടിച്ച് കാണുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ വാഷിംഗ് മെഷീൻ്റെ സാധനം അല്ലാതെ ഈ കണ്ണി കണ്ട സിറമൊന്നും വാങ്ങിച്ച് തേച്ച് വെറുതെ സമയവും പൈസയും ഒന്നും കളയരുത്. അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ ഷെയർ ചെയ്തതാണ്. ഇങ്ങനെ ഞാൻ നേരിട്ട് വന്നധികം സംസാരിച്ചിട്ടില്ല കേട്ടോ. എന്തായാലും എൻ്റെ കത്തി ആർക്കും കത്തി ആയില്ല എന്ന് വിചാരിക്കുന്നു. ഇതെൻ്റെ അനുഭവമാണ് കേട്ടോ. ഇങ്ങനെ മുടി കൊഴിച്ചിലൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്ന ആരെങ്കിലുമൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിത് ഷെയർ ചെയ്തത്. ഇപ്പോൾ കാണിച്ച പാത്രം കാര്യം മനസ്സിലായോ? ഞാൻ ഇത്തവണ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇറക്കുമതിയാണ് കേട്ടോ. ഇത് 1 കിലോയുടെയാണ്. തെർമൽ കുക്കർ, റൈസ് കുക്കർ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റിന് കുക്കറിൽ വെക്കുന്നതിലും കുറച്ചുകൂടെ നല്ലത് ഇതിൽ വെക്കുന്നതാണ് കേട്ടോ. ഞങ്ങൾ കുത്തരിയാണ് സ്ഥിരം ഉപയോഗിക്കാം. നമുക്ക് പൊന്നരി ആണെങ്കിൽ ഇതിൽ വെക്കാം. നല്ല ഉതിർന്ന് നല്ല ചോറായിട്ട് കിട്ടും കേട്ടോ. രണ്ടും പെട്ടെന്ന് കേടാവുകയില്ല. അപ്പോൾ എനിക്ക് ഈ പരിപാടികളൊക്കെ ഇങ്ങനെ പച്ചക്കറി ഒതുക്കലും എല്ലാ കാര്യങ്ങളും ഭയങ്കര റിലാക്സ് ചെയ്ത് ചെയ്യാൻ പറ്റിയത് കുറച്ച് ഫ്രൈഡ് റൈസ് മാത്രമേ ഇന്ന് ഉച്ചക്കലത്തേക്ക് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ കഴിഞ്ഞ ദിവസം ഫ്രൈഡ് റൈസ് വാങ്ങിച്ചിട്ട് 2 ബോക്സ് വാങ്ങിച്ചു. അപ്പോൾ ഒരെണ്ണേ ഞങ്ങൾ 3 പേരും കൂടെ കഴിച്ചുള്ളൂ. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്നത് നമുക്ക് എന്തായാലും ഒരെണ്ണം തികയില്ല. അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് നൈറ്റിൽ കുറച്ചേ കഴിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ചോറ് വെച്ച് തിരിപ്പുണ്ടായിരുന്നു. നമ്മുടെ പൊന്നിയരിയാണ് തലേദിവസം വെച്ചത്. അപ്പോൾ ആ ചോറ് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് തിളപ്പിച്ച് ഊറ്റിയിട്ട് ഇതിലേക്ക് ചേർത്തു. അങ്ങനെ ഫ്രൈഡ് റൈസ് അടിപൊളിയായി. ചിക്കൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു വാങ്ങിച്ചത്. അപ്പോൾ കുറച്ച് എഗ്ഗും കൂടിയിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തു കേട്ടോ. ഇത് ഈവനിങ്ങിൽ ഞാനൊരു സ്നാക്ക് ഉണ്ടാക്കുകയാണ്. ഈ സാധനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചക്ക പൊരിച്ചതാണ് കേട്ടോ. അതായത് നമ്മൾ പഴംപൊരി ഉണ്ടാക്കില്ലേ, സെയിം ബാറ്റർ ഉണ്ടാക്കുക. എന്നിട്ട് ഇതുപോലെ ചക്ക പൊരിച്ചെടുക്കാം. ചക്ക നല്ല പഴുത്ത ചക്ക ഉണ്ടല്ലോ അത്. ഈ ചക്കയുടെ ഉള്ളിൽ നിന്ന് കുരുവും അതിൻ്റെ ആ ഒരു സ്കിന്നുണ്ടല്ലോ അതൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ ഒരു ചുളയായിട്ട് തന്നെ വെച്ച് അതിൻ്റെ ഉള്ളിങ്ങനെ പൊള്ളയായിട്ടിരിക്കും, പുറമേ ഇതിങ്ങനെ മാവ് പിടിച്ചിരിക്കും. അപ്പോൾ നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു പീസായിട്ടും നമുക്കങ്ങനെ മുക്കി പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. ചക്ക ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ നമുക്ക് നാട്ടിലും. ഇപ്പോൾ ഇവിടെ ചെന്നൈയിലും ഇഷ്ടംപോലെ കിട്ടാനുണ്ട്. അപ്പോൾ ചക്ക ഇവിടെ ഒരെണ്ണം നോക്കിയിട്ട് വാങ്ങിച്ചാൽ തീരുമില്ല. എല്ലാവർക്കും കൊടുത്താൽ പോലും കുറേ ബാലൻസ് വരും. അപ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടോ. ഇതിപ്പോൾ എനിക്ക് ഈ ഒരു സംഭവം ഞാൻ പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുമായിരുന്നു. അമ്മ ഉണ്ടാക്കി തരുമായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്കറിയാവുന്നതാണ്. പണ്ടേ കുഞ്ഞിൽ വിട്ടിട്ട് ഞങ്ങളിത് കഴിച്ച് ശീലിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചക്കയുടെ ആ സീസണിൽ മാത്രമേ നമുക്കിത് കിട്ടുകയുള്ളൂ, ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വല്ലപ്പോഴൊക്കെ നമുക്ക് അവിടെ ചക്കയും കിട്ടുകയുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു കേട്ടോ.
വല്ലപ്പോഴൊക്കെ കിട്ടുന്ന സാധനങ്ങൾക്ക് കുറച്ച് ഡിമാൻഡ് കൂടുതലായിരിക്കുമല്ലോ. നമ്മുടെ ആ ഭാഗത്തൊന്നും ചക്ക ഈ പ്ലാവ് അധികം ഇല്ല. എല്ലായിടത്തൊക്കെ ഉണ്ടാവും. കിഴക്കൻ നാടുകളിൽ നിന്നൊക്കെയാണ് കൂടുതലും വരിക. പിന്നെ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്ന ആയത് കാരണം ഭയങ്കര ഡിമാൻഡായിരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോഴും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും, പിള്ളേർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ പണികൾ അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ ഇടാനായിട്ടുള്ളത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ പരിപാടികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, നേരത്തെ പറഞ്ഞത് മുടി കൊഴിച്ചിലിൻ്റെ കാര്യം. ഇങ്ങനെ ശരിക്കും നമ്മൾ 35 എബോവ് ഒക്കെ ആയി കഴിയുമ്പം ശരിക്കും നമ്മുടെ ഹോർമോണൽ ചേഞ്ച് ഉണ്ടാവും. എസ്പെഷ്യലി 40 ആയി കഴിയുമ്പം. അപ്പോൾ നമ്മളതൊന്നും ശ്രദ്ധിക്കാതെ നമ്മളങ്ങനെ നടക്കും. മുടിയൊക്കെ കൊഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ വിചാരിക്കും സ്വാഭാവികമായിരിക്കുമെന്ന്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. നമ്മളുടെ ശരീരത്തിൽ പല പല വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി നമ്മളെയും കൂടെ ഒന്ന് കെയർ ചെയ്യാനായിട്ട് നമ്മൾ ഈ മറന്നു പോകരുത് കേട്ടോ. എപ്പോഴും ഇപ്പം ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ അവർ മുടി കൊഴിച്ചിലൊക്കെ വന്നാലും പ്രത്യേകം ശ്രദ്ധിക്കും. പക്ഷേ നമ്മൾ പെണ്ണുങ്ങൾ അങ്ങനെയല്ല. കുറേയൊക്കെ വേണ്ട ഡോക്ടറെ അടുത്ത് പോകണ്ടേ, കുറേ ചിലവല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളങ്ങ് അതൊക്കെ സ്കിപ്പ് ചെയ്യും. പക്ഷേ അങ്ങനെ ചെയ്യരുത് കേട്ടോ. നമ്മളെയും കൂടെ നമ്മൾ കുറച്ചുകൂടി ടേക്ക് കെയർ ചെയ്ത് നമ്മൾ നന്നായിട്ട് നല്ല ഭംഗിയായിട്ടൊക്കെ ഇരുന്നാലാണ് നമുക്കും കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. നമുക്ക് കാര്യങ്ങളൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്കങ്ങനെയാണ് കേട്ടോ തോന്നുന്നത്. നമ്മളെപ്പോഴും മൂടിയായിട്ടിരുന്ന് കഴിഞ്ഞാൽ വീട് തന്നെ അങ്ങനെ ആയി പോവില്ലേ. അപ്പോൾ ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് നമ്മൾ തന്നെ ശ്രദ്ധിച്ചാലേ നമുക്ക് പറ്റുള്ളൂ. ഹെൽത്തി ആയിട്ട് മാത്രമല്ല, കാണാനായിട്ട് നമുക്ക് നമ്മളെ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യാൻ ഇഷ്ടം ആ ഒരു രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരിക നമ്മളെ. അല്ലാതെ വേറെ ആരും നമ്മൾക്ക് വേണ്ടി അത് ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ചക്കപ്പൊരിയൊക്കെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. ബൈ.